അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ്. നമ്മൾ പിന്നെ ബുലൂഗുൽ മറാമിൽ ബാബു സ്വലാത്തിൽ ഈദൈൻ, ബാബു സ്വലാത്തിൽ ഈദൈൻ, എന്താ ബാബു സ്വലാത്തിൽ ഈദൈൻ? രണ്ട് പെരുന്നാൾ നമസ്കാരം, അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം. ഈ സ്വലാത്തുൽ ഈദൈനിൽ അതിന് മുമ്പ് നമ്മൾ സ്വലാത്തുൽ ഖൗഫാണ് കഴിഞ്ഞത് അല്ലേ? സ്വലാത്തുൽ ഖൗഫ്, ഇത് സ്വലാത്തുൽ ഈദൈൻ. അതിൽ ഇൻഷാ അല്ലാഹ് 2 ക്ലാസ്സിൽ നമുക്ക് അതിൻ്റെ ഹദീസുകൾ ഇൻഷാ അല്ലാഹ് തീർക്കാൻ പറ്റും. സ്വലാത്തുൽ ഈദൈൻ എന്താ? ഈ ഈദ് ഈദ് പറഞ്ഞാൽ എന്താ? ഈദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്ക് ആദ എന്ന് പറഞ്ഞാൽ മടങ്ങി, ഈദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മടങ്ങുന്നത് എന്നൊരർത്ഥമാണ്. അതായത് പിന്നെ ആവർത്തിച്ച് വരുന്ന ആരാധനകൾ, മതചിഹ്നങ്ങൾ, അതേപോലെ തന്നെ പിന്നെ ആശംസകൾ, ഇതൊക്കെയാണല്ലോ പെരുന്നാൾ സുദിനം. അത് പ്രത്യേക രീതിയിൽ അത് വർഷത്തിൽ ആവർത്തിച്ച് വരുന്നത് കൊണ്ടാണ് അതിനെന്ത് ചെയ്ത് ഈദ് എന്ന് പേരിട്ടത്. ആഘോഷങ്ങൾക്ക് ഇല്ലെങ്കിൽ അതിൻ്റെ പദാർത്ഥം എന്താണ്? ആദാണ് മടങ്ങി, ഈദ് മടങ്ങുന്നതെന്നൊക്കെയാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്വലാത്തുൽ ഈദ് എന്ന് പറഞ്ഞാൽ ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹയും, ഫിത്തർ പെരുന്നാളും അതേപോലെ ബലി പെരുന്നാളും, അതിലുള്ള നമസ്കാരങ്ങൾ, കർമ്മങ്ങൾ, അതാണ് നമ്മുടെ വിഷയം. അതിൽ ഇബ്നു ഹജർ റഹിമഹുല്ലാ ബുലൂഗുൽ മറാമിൽ നൽകിയ ഹദീസുകളാണ് നമ്മളിവിടെ എഴുതിയത്. ഒന്നാമത്തെ ഹദീസ്, അൻ ആയിഷ റളിയല്ലാഹു തആല അൻഹാ ഖാലത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫിത്റു യൗമ യുഫ്തിറു الناس والأضحى يوم يضحي الناس. الفطر يوم يفطر الناس والأضحى يوم يضحي الناس. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള ഹദീസാണ് ഒന്നാമത് കൊടുത്തത്. അതിൽ അൽ ഫിത്ർ, ഫിത്ർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഫിത്ർ, ഇഫ്താർ. ഫിത്ർ എന്ന് പറഞ്ഞാൽ നോമ്പ് അവസാനിപ്പിക്കൽ, നോമ്പ് അവസാനിപ്പിക്കൽ. യൗമ യുഫ്തിറു الناس, ജനങ്ങൾ നോമ്പ് അവസാനിക്കുന്ന ദിവസത്തിലാണ്. ജനങ്ങൾ നോമ്പ് അവസാനിപ്പിക്കുന്ന ദിവസത്തിലാണ് നോമ്പ് അവസാനിപ്പിക്കൽ. നോമ്പ് അവസാനിപ്പിക്കുന്ന ദിവസം ഏതാ? പെരുന്നാളാണ്. അപ്പോൾ ഇവിടെ ഉദ്ദേശം അൽ ഫിത്ർ എന്ന് പറഞ്ഞാൽ ഈദുൽ ഫിത്ർ, ചെറിയ പെരുന്നാൾ. ഫിത്ർ പെരുന്നാൾ യൗമ യുഫ്തിറു الناس, ജനങ്ങൾ നോമ്പ് അവസാനിപ്പിക്കുന്ന ദിവസമാകുന്നു. അപ്പോൾ ജനങ്ങൾ നോമ്പ് അവസാനിപ്പിക്കുന്ന ദിവസമാകുന്നു അൽ ഫിത്ർ എന്ന് പറഞ്ഞാൽ ഈദുൽ ഫിത്ർ, നോമ്പ് അവസാനിപ്പിക്കുന്നതിനോടനുബന്ധിച്ചുള്ള ഈദ് പെരുന്നാൾ. വൽ അദ്ഹ, അദ്ഹ എന്ന് പറഞ്ഞാൽ ഈദുൽ അദ്ഹ, ബലി പെരുന്നാൾ. യൗമ യുദഹി الناس, ജനങ്ങൾ ബലി നൽകുന്ന ദിവസമാകുന്നു, ജനങ്ങൾ ബലി നൽകുന്ന ദിവസമാകുന്നു. അപ്പോൾ ജനങ്ങൾ ബലി നൽകുന്ന ദിവസം ഈദുൽ അദ്ഹയും ജനങ്ങൾ നോമ്പ് അവസാനിപ്പിക്കുന്ന ദിവസം ഈദുൽ ഫിത്റുമാകുന്നു. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല പറയുന്നത്. ഹദീസ് റവാഹു തുർമുദി, ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഹദീസ് സഹീഹാണ്. എന്താ ഇപ്പോൾ ഹദീസിൽ നമുക്ക് അറിയിച്ചു തരണത്? എന്താ? വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഒരാൾ ഒറ്റക്ക് പെരുന്നാൾ ആഘോഷിക്കാൻ പാടില്ല. പിന്നെ ആളുകളോട് ഒന്നിച്ചാണ് എന്ത് ചെയ്യേണ്ടത്? മുസ്ലിമീങ്ങൾ ഒന്നായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? പെരുന്നാൾ ആഘോഷിക്കേണ്ടത്. അത് ബലി പെരുന്നാളാണെങ്കിലും ഫിത്ർ പെരുന്നാളാണെങ്കിലും. ഒരാൾ വന്നിട്ട് പറയുകയാണ് ഞാൻ മാസം കണ്ടിട്ട് എനിക്കിന്ന് പെരുന്നാൾ അറിയാൻ പറ്റുമോ? പറ്റൂല. മാസം കണ്ട ഒരാളാണെങ്കിൽ തന്നെയും അയാൾ പിന്നെ വന്നിട്ടുണ്ട് എങ്കിൽ മുസ്ലിമീങ്ങൾ എന്നാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത്, അവരോടൊപ്പമാണ് ആഘോഷിക്കേണ്ടത്. അയാളുടെ കാഴ്ചയെ പരിഗണിച്ചിട്ട് മാസം ഉറപ്പിച്ചിട്ട് എല്ലാവരും എന്ത് ചെയ്യണം? പെരുന്നാൾ ആഘോഷിക്കണം. അതില്ല എങ്കിൽ അയാൾക്ക് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, പെരുന്നാൾ ആഘോഷിക്കാൻ പാടുള്ളതല്ല. ഒറ്റട്ടും ഒറ്റ തിരിഞ്ഞുമല്ല പെരുന്നാൾ ആഘോഷം. പെരുന്നാൾ ആഘോഷം മുസ്ലിമീങ്ങൾ മൊത്തത്തിലാണ്, ഒന്നായിട്ടാണ്. അതാണ് ഇവിടെ ഈ ഹദീസ് അറിയിക്കുന്നത്. അൽ ഫിത്റു യൗമ യുഫ്തിറു الناس വൽ അദ്ഹ യൗമ യുദഹി الناس. അതാണ് ഒന്നാമത്തെ ഹദീസ്. ഇനി രണ്ടാമത്തെ ഹദീസ്, അൻ അബി ഉമൈർ ഇബ്നു അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു അങ്ങനെയല്ലേ, അൻ ഉമൂമത്തി ലഹു മിനൽ അൻസാർ മിനസ് സഹാബ, അൻ ഉമൂമത്തി ലഹു മിനസ് സഹാബ അന്ന റക്ബൻ جاءوا فشهدوا أنهم رأوا الهلال بالأمس فأمرهم النبي صلى الله عليه وسلم أن يفطروا وإذا أصبحوا أن يغدوا إلى مصلاهم മുസല്ലാഹും എന്നല്ലേ, മുസല്ലാഹും. തയ്യബ്.
അൻ അബി ഉമൈർ ഇബ്നു അനസ് ഇബ്നു മാലിക് അൻ ഉമൂമത്തിൻ ലഹു മിനസ് സഹാബ. എന്താ അതിൻ്റെ അർത്ഥം? അബൂ ഉമൈർ ഇബ്നു അനസ് അദ്ദേഹം പറയാണ്, അദ്ദേഹം റിപ്പോർട്ട് ചെയ്യാണ്. അബൂ ഉമൈർ ഇബ്നു അനസ് റിപ്പോർട്ട് ചെയ്യാണ്. ആരിൽ നിന്ന്? അൻ ഉമൂമത്തിൻ ലഹു മിനസ് സഹാബ, സഹാബികളിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ചില പിതൃ സഹോദരന്മാരിൽ നിന്ന്. ഉമൂമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഉമൂമത്ത് എന്ന് പറയും അമാം എന്നർത്ഥത്തിൽ. അമ്മ എന്നുള്ളതിൻ്റെ ബഹുവചനാണത്. അമ്മ പറഞ്ഞാൽ എന്താ? പിതൃ സഹോദരൻ. അമാം എന്ന് പറഞ്ഞാലും ഉമൂമത്ത് എന്ന് പറഞ്ഞാലും പിതൃ സഹോദരങ്ങളാണ്. രണ്ട് ജമ്മുണ്ട് അമ്മിന്, അമാമ് ഉമൂമത്ത്. ഖാലിന് പറയും, ഖാൽ എന്ന് പറഞ്ഞാൽ എന്താ? മാതൃസഹോദരൻ. പിതൃ സഹോദരൻ അമ്മ, മാതൃസഹോദരൻ ഖാല്. അതിന് ഖഊല എന്ന് പറയും. ഖഊല അല്ലെങ്കിൽ ഖുഊല, അഖ്വാല് ഖുഊല. അബ് എന്നുള്ളതിന് ഉബൂവ. എന്നുള്ളതിന് ഉമൂമ. അതേപോലെ ബഅല് ഭർത്താവ്, ബുഊല വബുഊലത്തുഹുന്ന അഹഖു ബിറദ്ദിഹിന്ന എന്നാണ്. ബുഊല എന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാർ. അപ്പോൾ ബുഊലത്ത്, ഖുഊലത്ത്, ഉബൂവത്ത്, ഉമൂമത്ത് അങ്ങനെയാണ്. ഉമൂമത്ത് എന്നാൽ പിതൃ സഹോദരങ്ങൾ. അപ്പോൾ അബൂ ഉമൈർ ഇബ്നു അനസ് പറയാണ്, റിപ്പോർട്ട് ചെയ്യാണ്. ഈ അനസ് ഇബ്നു മാലിക് ഉണ്ടല്ലോ, ആരാ ഈ അനസ് ഇബ്നു മാലിക്? റസൂലുള്ളാഹിൻ്റെ ഖാദിം. റസൂലുള്ളാഹിൻ്റെ ഖാദിമായ അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മൂത്ത മകനാണ് അബൂ ഉമൈർ. മൂത്ത മകനാണ് ആര്? ഈ അബൂ ഉമൈർ. അദ്ദേഹം താബിഈയാണ്. അപ്പോൾ അബൂ ഉമൈർ അനസ് ഇബ്നു മാലിക്കിൻ്റെ മകൻ അബൂ ഉമൈർ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുകയാണ്. ആരിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? അൻ ഉമൂമത്തിൻ ലഹു മിന സഹാബ, സഹാബികളിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ പിതൃ സഹോദരന്മാരിൽ നിന്ന്. പിതൃ സഹോദരന്മാർ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും പേര്? അനസ് റളിയല്ലാഹുവിൻ്റെ സഹോദരങ്ങൾ. അവരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യണം. എന്താണ് അബൂ ഉമൈർ റിപ്പോർട്ട് ചെയ്യണത്? അന്ന റക്ബൻ തീർച്ചയായും ഒരു യാത്രാസംഘം ജാഉ അവർ വന്നു, ഫഷഹീദു എന്നിട്ട് അവർ സാക്ഷ്യം വഹിച്ചു, അന്നഹും റഅഉൽ ഹിലാൽ ബിൽ അംസ്, ഇന്നലെ തങ്ങൾ ഹിലാൽ കണ്ടിരിക്കുന്നു എന്ന്. ഹിലാൽ ക്രസൻറ്റ്, ഉദയചന്ദ്രൻ. ഇന്നലെ ഉദയചന്ദ്രനെ തങ്ങൾ കണ്ടിരിക്കുന്നു എന്ന് അവർ സാക്ഷ്യം വഹിച്ചു. ഫഅമറഹും അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികളോട് കൽപ്പിച്ചു, അയ്യുഫ്തിറു, നോമ്പ് മുറിക്കാൻ പറഞ്ഞു, അവസാനിപ്പിക്കാൻ പറഞ്ഞു. വഇദാ അസ്ബഹു, നേരം പുലർന്നാൽ, അയ്യഹുദു ഇലാ മുസല്ലാഹും, അവർ പ്രഭാതത്തിൽ പോകാൻ പറഞ്ഞു, ഇലാ മുസല്ലാഹും, അവരുടെ മുസല്ലയിലേക്ക്. എന്താ മുസല്ല പറഞ്ഞാൽ? ഈദ്ഗാഹ്. അപ്പോൾ ഇവിടെ എന്താ ഈ ഹദീസ് അറിയിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും നോമ്പാണ്. എന്നാൽ ഈ നോമ്പ് അവസാന ദിവസമാണ്. നോമ്പാണ്. ചില റിപ്പോർട്ടുകളിൽ കാണാം അസർ പിന്നിട്ടിണ് നോമ്പാണ്. അപ്പോഴാണ് ഒരു യാത്രാ സംഘം വന്നിട്ട് പറയണത്, ഞങ്ങൾ ഇന്നലെ മാസം കണ്ടിരുന്നു. ഏത് മാസം? ശവ്വാൽ മാസം. അപ്പോൾ പിന്നെ ഇനി പെരുന്നാൾ നിസ്കരിക്കാൻ പറയാൻ സമയമല്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്ത്? ഫഅമറഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരോടും നോമ്പ് അവസാനിപ്പിക്കാൻ പറഞ്ഞു. കാരണം എന്താ? ശവ്വാൽ ഒന്നല്ലേ, നോമ്പ് അവസാനിപ്പിക്കാൻ പറഞ്ഞു, നോമ്പ് എടുക്കാൻ പാടില്ല. വൈദ അസ്ബഹു, എന്നിട്ട് നേരം പുലർന്നാൽ അവരോട് കൽപ്പിച്ചു, അയ്യഹുദു ഇലാ മുസല്ലാഹും, അവരുടെ മുസല്ലയിലേക്ക് എല്ലാവരും രാവിലെ പോകാൻ. എന്നിട്ട് മുസല്ലയിലേക്ക് പോകണത് ഈദ് നിസ്കരിക്കാൻ വേണ്ടി, പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ പെരുന്നാൾ നമസ്കാരം അതിൻ്റെ സമയം ദുഹറിന് മുമ്പാണ്. ദുഹറിന് ശേഷമാണ് മാസപ്പിറവി അറിയുന്നത് എങ്കിൽ പിന്നെ നിസ്കരിക്കേണ്ടത് എന്താണ്? പിറ്റേന്നാണ്. അന്നത്തെ നോമ്പ് അവസാനിപ്പിക്കുക. എന്നിട്ട് പിറ്റേന്ന് പോയിട്ട് എല്ലാവരും എന്ത് ചെയ്യുക? രാവിലെ ഈദ് നിസ്കരിക്കുക. അതാണ് ഈ ഹദീസ് അറിയിക്കുന്നത്. പെരുന്നാൾ ആഘോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? ഏറ്റവും വലിയ ആഘോഷം പെരുന്നാൾ നിസ്കരിക്കലാണ് അല്ലേ? പെരുന്നാൾ നിസ്കരിക്കുക, പിന്നെ അതിൽ ആശംസകൾ അർപ്പിക്കുക, അതേപോലെ തന്നെ ഖുതുബ പറയുക, ശ്രവിക്കുക, പിന്നെ അതിനെ തുടർന്നാണ് എന്ത്?
ആഘോഷങ്ങളൊക്കെ പറയപ്പെട്ട സംഗതികളൊക്കെ അത് അതിനെ തുടർന്നുള്ളതാണ്. നിസ്കാരം തന്നെ പിറ്റേന്നൊക്കെ നീട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആഘോഷത്തിന് പിന്നെ പ്രശ്നമല്ല. ഇത് റവാഹു അഹ്മദ് അബൂദാവൂദ് അല്ലേ? അത് പാടില്ല. മാസപ്പിറവി അറിഞ്ഞിട്ടുണ്ട് എങ്കിൽ, അത് ഉറപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, മനസ്സിലായില്ലേ, പിന്നെ നോമ്പെടുക്കാൻ പാടില്ല. കാരണം ഷവ്വാൽ ഒന്നാണ്. ഷവ്വാൽ ഒന്നിന് നോമ്പെടുക്കുക എന്നുള്ളത് പെരുന്നാൾ ദിവസമല്ലേ, ഹറാമാണ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസറിന് ശേഷമാണ്. ചില റിപ്പോർട്ടുകളിൽ ഇവർ വൈകുന്നേരമാണ് വന്നതെന്നാണ് ഈ യാത്രാസംഘം. ഹദീസ് ഇമാം പിന്നെ റവാഹു അബൂദാവൂദ് അഹ്മദ് അല്ലേ? വഹാദ ലഫ്ദു ലഹു അല്ലേ? ഈ ഹദീസിൻ്റെ ലഫ്ദ് അബൂദാവൂദിൻ്റെ ലഫ്ദാണ്. വൈസ്നാദു സഹീഹ് എന്ന റവാഹു അഹ്മദ് വ അബൂദാവൂദ് വഹാദ ലഫ്ദു ലഹു. ഇമാം അഹ്മദും അബൂദാവൂദും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അബൂദാവൂദിൻ്റെ സുനനിലെ പദപ്രയോഗമാണ് ഇവിടെ ഉള്ളത്. അതാണ് വഹാദ ലഫ്ദു ലഹു ലി അബീ ദാവൂദ്. വലഫ്ദുഹു ഏഷ് വഹാദ ലഫ്ദുഹു മാ മുഷ്കിൽ. വഹാദ ലഫ്ദുഹു ഇത് അബൂദാവൂദിൻ്റെ ലഫ്ദാണ്, പദപ്രയോഗമാണ്. വൈസ്നാദു സഹി ഹദീസ് സഹിയാണ്, സനദ് സഹിയാണ്. ഹദീസ് സഹിയാണെന്ന് ഇബ്നു ഹജർ പറയാൻ കാരണം അബൂ ഉമൈർ അനസ് റിപ്പോർട്ട് ചെയ്യുന്നത് ആരിലാണ്? അബൂ ഉമൈർ ഇബ്നു അനസ് അൻ ഉമൂമത്തിൻ ലഹു മിന സഹാബ എന്നാണ്. സഹാബികളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അമ്മമാരിൽ നിന്നാണ്. അവരാര് എന്നുള്ളത് എന്തല്ല, നിർണിതല്ല, പക്ഷേ സഹാബികളാണത്. അതുകൊണ്ട് തന്നെ പിന്നെ അവിടെ സഹാബികൾ ആര് എന്ന് അറിഞ്ഞിട്ടില്ലെങ്കിലും എന്തില്ല, അവിടെ പ്രശ്നമല്ല എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ഇസ്നാദുഹു സഹീഹ് എന്ന് ഇബ്നു ഹജർ പറയാൻ കാരണം. അതിലൊരു യുക്തിയുണ്ട്. അലാ കുല്ലിൻ അന്ന റക്ബൻ ജാഉ ഫശഹിദു അന്നഹും റഅഉൽ ഹിലാല ബിൽ അംസ് ഫഅമറഹും നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുഫ്തിറു വഇദാ അസ്ബഹു അൻ യഹ്ദു ഇലാ മുസല്ലാഹും. റവാഹു അഹ്മദു വ അബൂ ദാവൂദ് വഹാദാ ലഫ്ദുഹു വഹാദാ ഇസ്നാദുൻ സഹീഹ്. ഇസ്നാദുഹു സഹീഹ്. عن أنس رضي الله تعالى عنه قال كان رسول الله صلى الله عليه وسلم لا يغدو يوم الفطر حتى يأكل تمرات ويأكلهن وترا ويأكلهن وترا أخرجه البخاري. അനസ് റളിയല്ലാഹു അൻഹുള്ള ഹദീസാണ്. അനസ് റളിയല്ലാഹു തആല അൻഹു എന്താ അനസ് പറയുന്നത്? കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു ലാ യഗ്ദു. എന്താ ലാ യഗ്ദു? റസൂലുള്ള പ്രഭാതത്തിൽ പോകുമായിരുന്നില്ല, രാവിലെ പോകുമായിരുന്നില്ല. എന്ന് യൗമൽ ഫിത്ർ, ഫിത്ർ ദിവസം, ഫിത്ർ പെരുന്നാൾ ദിവസം റസൂലുള്ള പ്രഭാതത്തിൽ പോകുമായിരുന്നില്ല. ഹത്ത യഅകുല തമറാത്ത്, കാരക്കകൾ തിന്നുന്നത് വരെ. ഹത്ത യഅകുല തമറാത്തിൻ, കാരക്കകൾ ഭക്ഷിക്കുന്നത് വരെ റസൂലുള്ള ഫിത്ർ ദിവസം പ്രഭാതത്തിൽ പോകുമായിരുന്നില്ല. പ്രഭാതത്തിൽ ഒടുക്കു പോകുമായിരുന്നില്ല? മുസല്ലയിലേക്ക് പോകുമായിരുന്നില്ല. വയഅകുലുഹുന്ന വിത്രൻ, വയഅകുലുഹുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കാരക്കകൾ തിന്നുമായിരുന്നു. വിത്രൻ എന്ന ഒറ്റയായി 3, 5 ഇങ്ങനെ ഒറ്റയായി. ഇത് അഖ്റജഹുൽ ബുഖാരി, ഇമാം ബുഖാരിയുടെ റിപ്പോർട്ടാണ്, ബുഖാരിയുടേതാണ് ഈ ഹദീസ്. വഫി റിവായത്തിൻ മുഅല്ലഖത്തിൻ ലഹു വവസലഹു അഹ്മദ്, അങ്ങനല്ലേ? വയഅകുലുഹുന്ന അഫ്രാദ വവസലഹ അഹ്മദ്. പിന്നെ എങ്ങനെ? വഫി റിവായത്തിൻ മുഅല്ലഖത്തിൻ വവസലഹ അഹ്മദു, അങ്ങനെ. വയഅകുലുഹുന്ന അഫ്രാദ, അതെന്താ? വഫി റിവായത്തിൻ മുഅല്ലഖത്തിൻ, ഇമാം ബുഖാരിയുടെ താലീഖായ ഒരു റിപ്പോർട്ടിലുണ്ട്, മുഅല്ലഖായ ഒരു റിപ്പോർട്ടിലുണ്ട്. വസലഹ അഹ്മദു, ഇമാം അഹ്മദ് അതിനെ വസൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉദ്ദേശമൊക്കെ പറയാം. എന്താ റിവായത്തിലുള്ളത്? വയഅകുലുഹുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കാരക്കകൾ തിന്നുമായിരുന്നു. അഫ്രാദൻ, എന്താ അഫ്രാദൻ? ഓരോന്നായി. അഫ്രാദ് എന്ന് പറഞ്ഞാൽ ഓരോന്നായി, ഒന്ന് തിന്നത് കഴിഞ്ഞ് പിന്നൊന്ന്, അങ്ങനെയാണ് അഫ്രാദ് എന്ന് പറഞ്ഞാൽ. ഒരു 4 ഒന്നായിട്ട് തൊള്ളിക്ക് വാരിട്ട് തിന്നണീന് എന്ത് പറയില്ല? അഫ്രാദ് എന്ന് പറയില്ല. പിന്നെ ഒന്ന് തിന്ന് 1 by 1, അതാണ് ഒന്ന് തിന്ന് കഴിഞ്ഞ് പിന്നെ ഒന്ന്, അങ്ങനെ അഫ്രാദ്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ ആദ്യ ഭാഗം കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഗ്ദു യൗമൽ ഫിത്രി ഹത്താ യഅകുല തമറാത്തിൻ വയഅകുലുഹുന്ന വിത്രൻ അഖ്റജഹുൽ ബുഖാരി, അത് ബുഖാരി റിപ്പോർട്ട് ചെയ്തു. വഫി റിവായത്തിൻ മുഅല്ലഖത്തിൻ, ഇമാം ബുഖാരിൻ്റെ ഹദീസിൽ മുഅല്ലഖായതുകൊണ്ട് മൗസൂലായതുകൊണ്ട് മുസ്നദുണ്ട്. മുഅല്ലഖ് എന്ന് പറഞ്ഞെങ്കിൽ ഹദീസിൻ്റെ ആദ്യ ഭാഗം വിട്ടുപോയത്,
ആദ്യ ഭാഗം വിട്ടുപോയതിനാണ് മുഅല്ലഖ് എന്ന് പറയുക. താലീഖ്, ഇമാം ബുഖാരിയുടെ താലീഖാത്ത് എന്ന് പറയും. ഇപ്പോൾ സഹാബി ഉണ്ടാവില്ല, താബിഈ പറഞ്ഞതായി അല്ലെങ്കിൽ ഏതെങ്കിലും പിൽക്കാലക്കാർ പറഞ്ഞതായിട്ട് ഇമാം ബുഖാരി എന്ത് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ഉർവ പറഞ്ഞു എന്ന് ഇമാം ബുഖാരി പറയാണ്, ഉർവ പറഞ്ഞിരിക്കുന്നു. ഉർവ ഇബ്നു സുബൈർ ശരിക്കും താബിഈയാണ്, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഹിഷാം ബിൻ ഉർവ പറഞ്ഞു എന്ന് പറയാണ്, ഹിഷാം ബിൻ ഉർവ പറഞ്ഞു. അപ്പോൾ ഹിഷാം ബിൻ ഉർവ താബിയാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഹിഷാം ബിൻ ഉർവ പറഞ്ഞു പറഞ്ഞിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞായിട്ട് പറയുമ്പോൾ എന്തായി, സഹാബി വിട്ടുപോയി. അങ്ങനെ പറയുന്നതിനാണ് എന്താ പറയുക, മുഅല്ലഖ് എന്ന് പറയുക. മുഅല്ലഖായ റിപ്പോർട്ടുകളും ബുഖാരിയിലുണ്ട്, മുസ്നദായ റിപ്പോർട്ടുകളുണ്ട്. മുസ്നദ് പറഞ്ഞാൽ എന്താ, കണ്ണി മുറിയാതെ ഉദ്ധരിക്കപ്പെട്ടത്. കണ്ണി മുറിയാതെ ഉദ്ധരിക്കപ്പെട്ടതൊക്കെ സഹീഹ് ബുഖാരിയിൽ സഹിഹായ ഹദീസാണ്. ഈ മുഅല്ലഖായ താലീഖായ റിപ്പോർട്ട് എന്ന് പറയും. അതിലെന്തുണ്ട്, ചിലതൊക്കെ ദുർബലമായിട്ടുള്ളതായ താലീഖാത്തുകൾ ഉണ്ട്. അത് ബുഖാരിയുടെ ക്രോഡീകരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. കാരണം ഈ താലീഖാത്തുകളെ ഉദ്ധരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക, ചിലർ ബുഖാരിയിലുണ്ടെന്ന് പറയാം, പക്ഷേ താലീഖാത്തുകളൊക്കെ സഹിയാണെന്ന് ആരും പറയാറില്ല. ഏതായാലും ഇവിടെ അതാണ് വഫി റിവായത്തിൻ മുഅല്ലഖത്തിൻ, ബുഖാരിയുടെ മൗസൂലായ റിപ്പോർട്ടാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി മുഅല്ലഖായ ഇമാം ബുഖാരിയുടെ റിപ്പോർട്ടിലുണ്ട്, അതിനെ ഇമാം അഹ്മദ് എന്ത് ചെയ്തിട്ടുണ്ട്, വസലഹ എന്നാണ്, കണ്ണി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇമാം ബുഖാരി മുഅല്ലഖായി കൊടുത്തതിനെ അഹ്മദ് എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ണി ചേർത്തിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിലെന്താ ഉള്ളത്, വയകുലുഹുന്ന അഫ്രാദൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് അഫ്രാദായിട്ടായിരുന്നു ഭക്ഷിച്ചിരുന്നത്. അഫ്രാദായിട്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് കഴിഞ്ഞ് മറ്റൊന്ന്, അങ്ങനെ ഓരോ കാരക്കൾ എടുത്തു നിന്നുകൊണ്ടായിരുന്നു ഭക്ഷിച്ചിരുന്നത് എന്നാണ്. ഖലാസ്, അത് മനസ്സിലായോ? ഹദീസ് മനസ്സിലായോ? ഹദീസ് എന്താ അറിയിക്കുന്നത്? ഹദീസ് അറിയിക്കുന്നത് ഫിത്ർ പെരുന്നാൾ ദിവസം ഏതാനും ഈത്തപ്പഴം കഴിച്ചിട്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫിത്ർ പെരുന്നാളിന് പോയിരുന്നത്. പ്രസ്തുത ഈത്തപ്പഴം റസൂലുള്ളാഹി ഒറ്റയായിട്ടായിരുന്നു കഴിച്ചിരുന്നത്, 3, 5, 7 ഇങ്ങനെ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്ന് കഴിഞ്ഞ് പിന്നെ ഒന്ന്, അങ്ങനെ ആ രീതിയിലായിരുന്നു കഴിച്ചിരുന്നത്. അപ്പോൾ ചുരുങ്ങിയത് കഴിക്കുമ്പോൾ എത്ര എണ്ണം വേണം എന്നാണ്, 3 എണ്ണം വേണം. കാരണം അഫ്രാദായിട്ട് കഴിക്കണമെങ്കിൽ 3 എണ്ണം ചുരുങ്ങിയത് വേണം, മനസ്സിലല്ലേ? ഒന്നല്ല, ചുരുങ്ങിയത് 3 എണ്ണം, പിന്നെ 5 അങ്ങനെ. അതാണ് അവിടെ ഹദീസ് അറിയിക്കുന്നത്. എന്തുകൊണ്ടാണ് ബലിപെരുന്നാളിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, എന്തുകൊണ്ടാണ് ഫിത്ർ പെരുന്നാളിന് എന്തെങ്കിലും കഴിച്ചിട്ട് പോകണമെന്ന് അറിയണത്? അതായത് പിന്നെ നമ്മൾ പിന്നെ നോമ്പിൻ്റെ നാളുകളിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞ അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരുന്നത്, ഭക്ഷണം കഴിക്കാതിരുന്നത്. ഫജർ ഉദിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചിരുന്നില്ല. 30 ദിവസമാണെങ്കിൽ 30 ദിവസം, 29 ദിവസമാണെങ്കിൽ 29 ദിവസം, മനസ്സിലായില്ലേ? പക്ഷേ പെരുന്നാൾ ദിനം നമ്മളോട് എന്ത് ചെയ്ത് കഴിക്കാൻ പറഞ്ഞു, മനസ്സിലല്ലേ? അപ്പോൾ നമ്മളെന്ത് ചെയ്യാണ്, അത് രാവിലെ മുതൽ തന്നെ കഴിക്കുകയാണ്, നിസ്കരിക്കാൻ പോണതിന് മുമ്പ് തന്നെ കഴിക്കുകയാണ്. പിന്നെ മാത്രമല്ല, നോമ്പിൻ്റെ നാളുകളിലൊക്കെ നമ്മൾ നോമ്പ് തുറന്നിരുന്നത് എന്തുകൊണ്ടാണ്, കാരക്ക കൊണ്ടാണ്. ആ കാരക്കൻ എന്ത് ചെയ്യാണ്, നോമ്പിൻ്റെ നാളുകളിൽ നമ്മൾ ശീലിച്ചിട്ടില്ലാത്ത ഒരു സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൊണ്ട് ഭക്ഷിപ്പിക്കുകയാണ്. അതൊക്കെ അള്ളാഹുവിന് നമ്മൾ പൂർണ്ണമായിട്ട് വിനയപ്പെടുന്നു, കീഴ്പ്പെടുന്നു എന്നുള്ളതിൻ്റെ ചില നിദർശനങ്ങൾ കൂടിയാണ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഗ്ദു യൗമൽ ഫിത്രി ഹത്താ യഅകുല തമറാത്ത് വയഅകുലുഹുന്ന വിത്രൻ അഖ്റജഹുൽ ബുഖാരി വഫീ റിവായത്തിൻ ലഹു വസലഹ അഹ്മദു വയഅകുലുഹുന്ന അഫ്റാദ. طيب, അടുത്ത ഹദീസ്. طيب, وعن ابن بريدة عن أبيه كان رسول الله صلى الله عليه وسلم لا يخرج يوم الفطر حتى يطعم ولا يطعم يوم الأضحى حتى يصلي. وعن ابن بريدة, ഈ ബുറൈദ ആരാ? ബുറൈദ ഇബ്നു അൽ ഹുസൈബ് അൽ അസ്ലമിയാണ്. ബുറൈദത്ത് ഇബ്നുൽ ഹുസൈബ് അൽ അസ്ലമി, ബുറൈദത്തുൽ അസ്ലമി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ പേര് ബുറൈദ ഇബ്നുൽ ഹുസൈബ് അൽ അസ്ലമിയാണ്. പക്ഷേ ഇവിടെ ആരിൽ നിന്നാണ് ഇബ്നു ഹജർ റിപ്പോർട്ട് ചെയ്യുന്നത്? വഅൻ ഇബ്നി ബുറൈദയാണ്. അപ്പോൾ ആരാ? ബുറൈദൻ്റെ മകനാണ്, ബുറൈദല്ല, ബുറൈദൻ്റെ മകനിൽ നിന്നാണ് നിവേദനം. അപ്പോൾ ബുറൈദൻ്റെ മകൻ ആരാണ്? ബുറൈദൻ്റെ മകൻ, ഇതിവിടെ ഉദ്ദേശം അബ്ദുള്ളയാണ്, അബ്ദുള്ള ഇബ്നു ബുറൈദ. അത് അബ്ദുള്ള ഇബ്നു ബുറൈദ അബീഹിയാണ്. അപ്പോൾ ഇബ്നു ബുറൈദ ആരാണ്? ഇബ്നു ബുറൈദ അബ്ദുള്ള ഇബ്നു ബുറൈദയാണ്. ബുറൈദത്തുൽ അസ്ലമി റളിയല്ലാഹു അൻഹു 2 മക്കൾ, ഇരട്ടകളുണ്ട്. ഒന്ന് സുലൈമാനും മറ്റൊന്ന് അബ്ദുള്ളയും. സുലൈമാൻ, അബ്ദുള്ള, 2 മക്കൾ, ഇവർ ഇരട്ടകളാണ്, മനസ്സിലല്ലേ? അപ്പോൾ ഇബ്നു ബുറൈദ എന്ന് പറയുമ്പോൾ അതിൽ സുലൈമാനാണോ അബ്ദുള്ളയാണോ? ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? അബ്ദുള്ള ഇബ്നു ബുറൈദയാണ്.
അപ്പോൾ അൻ ഇബ്നു ബുറൈദ, ഇബ്നു ബുറൈദയിൽ നിവേദനം എന്ന് പറഞ്ഞാൽ അബ്ദുല്ലാ ഇബ്നു ബുറൈദയിൽ നിവേദനം അൻ അബീഹി, തൻ്റെ പിതാവിൽ നിന്ന്. ആരാ പിതാവ്? ബുറൈദ. അപ്പോൾ അബ്ദുല്ലാ ഇബ്നു ബുറൈദ പിതാവായ ബുറൈദത്ത് ഇബ്നുൽ ഹുസൈബ് അൽ അസ്ലമിയിൽ നിന്ന് നിവേദനം. അതാണ് അൻ ഇബ്നു ബുറൈദത്ത അൻ അബീഹി. അൻ അബീഹി എന്നാൽ അബി അൻ ബുറൈദ ഇബ്നുൽ ഹുസൈബ് അൽ അസ്ലമി റളിയല്ലാഹു അൻഹു. എന്താ അദ്ദേഹം പറയുന്നത്? കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു ലാ യഖ്റുജു യൗമൽ ഫിത്രി, ഫിത്ർ ദിവസം, ഫിത്ർ പെരുന്നാൾ ദിവസം പുറപ്പെടുമായിരുന്നില്ല. ഹത്താ യതഅമ, എന്താ ഹത്താ യതഅമ? ഭക്ഷണം കഴിക്കാതെ. വലാ യതഅമു യൗമൽ അദ്ഹ, യൗമുൽ അദ്ഹയിൽ ഭക്ഷിക്കുമായിരുന്നില്ല. യൗമുൽ അദ്ഹ എന്ന് പറഞ്ഞാൽ യൗമു ഈദുൽ അദ്ഹ, ബലി പെരുന്നാൾ ദിവസം ഭക്ഷിക്കുമായിരുന്നില്ല. ഹത്താ യുസല്ലിയ, നമസ്കരിക്കുന്നത് വരെ. ഏത് നമസ്കരിക്കുന്നത് വരെ? ഹത്താ യുസല്ലിയൽ ഈദ്, ഈദ് നിസ്കരിക്കുന്നത് വരെ. അപ്പോൾ ബുറൈദയിൽ നിന്ന് മകൻ അബ്ദുല്ലാ ഇബ്നു ബുറൈദ റിപ്പോർട്ട് ചെയ്യുന്നത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഖ്റുജു യൗമൽ ഫിത്രി ഹത്താ യതഅം, ഫിത്ർ പെരുന്നാൾ ദിവസം ഭക്ഷിക്കാതെ റസൂലുള്ള പുറപ്പെടുമായിരുന്നില്ല. വലാ യതഅമു യൗമൽ അദ്ഹ ഹത്താ യുസല്ലിയ, നമസ്കരിക്കുന്നത് വരെ അദ്ഹ ദിവസം ഭക്ഷിക്കുകയും ചെയ്യുമായിരുന്നില്ല. ഹദീസ് റവാഹു അബൂദാവൂദ് വത്തുർമുദി, അല്ലേ? റവാഹു അഹ്മദ് വത്തുർമുദി വസഹഹു ഇബ്നു ഹിബ്ബാൻ, അല്ലേ? ഇബ്നു ഹിബ്ബാൻ സഹിയാക്കിയ ഹദീസാണ്. സഹഹു ഇബ്നു ഹിബ്ബാൻ. തയ്യിബ്. അപ്പോൾ ഈ ഹദീസ് അറിയിക്കണം എന്താണ്? ഫിത്ർ പെരുന്നാൾ ദിവസം നമ്മൾ എന്തെങ്കിലും കഴിച്ചിട്ടേ കൊടുക്കാൻ പാടുള്ളൂ, ഈദ്ഗാഹ്ക്ക് പോകാൻ പാടുള്ളൂ. കാന എന്നാണ് ഇവിടേക്ക് പ്രയോഗിച്ചത്. കാന റസൂലുള്ള, കാന റസൂല എന്ന് പറഞ്ഞാൽ അത് റസൂലുള്ളാഹിൻ്റെ ഒരു നിരന്തര സ്വഭാവമായിരുന്നു എന്നുള്ളതാണ് അറിയിക്കുന്നത്, പതിവായിരുന്നു എന്നുള്ളതാണ് അറിയിക്കുന്നത് ആ പ്രയോഗം. എന്നാൽ ഇവിടെ വലാ യതഅമു യൗമുൽ അദ്ഹ ഹത്താ യുസല്ലിയ, അദ്ഹ ദിവസം റസൂലുള്ള ഭക്ഷിക്കാതെയാണ് പോവുക, ഭക്ഷിക്കാതെയായിരുന്നു പെരുന്നാൾ നിസ്കാരത്തിന് പോയിരുന്നത്. ചില റിപ്പോർട്ടുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബലി പെരുന്നാൾ നേരത്തെ നിസ്കരിക്കും, എന്നിട്ട് റസൂലുള്ള ബലി അറുത്തതിന് ശേഷം ആ ബലിമൃഗത്തിൻ്റെ കരൾ, അതായിരുന്നു ആദ്യമായിട്ട് ഭക്ഷിച്ചിരുന്നതാണ്. ബലിമൃഗത്തെ അറുത്തിട്ട് അതിൻ്റെ കരൾ കറി വെച്ചിട്ട് അതായിരുന്നു ആദ്യം ഭക്ഷിച്ചിരുന്നത് എന്ന് ചില റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും. അത് ബലി പെരുന്നാൾ ദിവസം. അലാ കുല്ലിൻ ഹദീസ് വ്യക്തമാണ്. റവാഹു അഹ്മദു വത്തുർമുദി വസഹഹു ഇബ്നു ഹിബ്ബാൻ, ഇബ്നു ഹിബ്ബാൻ ഈ ഹദീസിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. തയ്യിബ്. അടുത്ത ഹദീസ് ഉമ്മു അത്തിയ്യൻ്റെ ഹദീസാണ്, അല്ലേ? വഅൻ ഉമ്മി അത്തിയ്യത റളിയല്ലാഹു തആല അൻഹ ഖാലത്ത്, وعن أم عطية رضي الله تعالى عنها قالت أمرنا أن نخرج العواتق والحيض في العيدين يشهدن الخير ودعوة المسلمين وتعتزل الحيض المصلى. يعتزلون الحيض، تعتزل ഹയ്യദല്ലേ? യാതസിലു ഹയ്യദു അൽ മുസല്ല. യാതസിലു പറഞ്ഞാൽ അതിലൊരു പ്രശ്നം വരുന്നില്ല, കാരണം ഹയ്യദ് എന്നുള്ള ആ ലഫ്ദ് അറിയിക്കുന്നത് പുല്ലിംഗാണ്. ലഫ്ദ് ആശയം എന്താണ്? സ്ത്രീലിംഗാണ്. തയ്യിബ്. വഅൻ ഉമ്മി അത്തിയ്യ, ഉമ്മു അത്തിയ്യ റളിയല്ലാഹു തആല അൻഹയിൽ നിവേദനം. ഉമ്മു അത്തിയ്യ ആരാ? ഉമ്മു അത്തിയ്യ പ്രസിദ്ധ സഹാബി വനിതയാണ്. അവർ അൻസാരിയത്താണ്. അവരുടെ പേര് നസീബ ബിന്തുൽ ഹാരിസാണ്. ഉമ്മു അത്തിയ്യ എന്നുള്ളത് വിളിപ്പേരാണ്, കുഞ്ഞത്ത്. അവരുടെ പേര് നസീബയാണ്, നസീബ ബിന്തുൽ ഹാരിസ് അൽ അൻസാരിയ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ സൈനബ് മരണപ്പെട്ടപ്പോൾ ഇവരാണ് മയ്യത്ത് കുളിപ്പിച്ചത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് ഇന്ന രീതിയിൽ കുളിപ്പിക്കണം എന്നൊക്കെ നിർദ്ദേശം നൽകി, അതേപോലെ കഫൻ ചെയ്യാനുള്ള വസ്ത്രമൊക്കെ നൽകി. അത് ഉമ്മു അത്തിയ്യ, ഈ ഉമ്മു അത്തിയ്യാണത്. ഉമ്മു അത്തിയ്യ നസീബ ബിന്തുൽ ഹാരിസ് റളിയല്ലാഹു തആല അൻഹ. മറ്റേത് ഒരു ഉമ്മു അമ്മാറുണ്ട്, അതും നസീബയാണ്, പക്ഷേ അത് നസീബ ബിന്ത് കഅബ് അൽ മാസിനിയ. ഉമ്മു അത്തിയ്യ, മറ്റേത് ഉമ്മു അമ്മാറ, ഇത് ഉമ്മു അത്തിയ്യ. ഉമ്മു അത്തിയ്യ നസീബ ബിന്തുൽ ഹാരിസ്. അവർ പറയാണ് ഉമിർന എന്നാൽ ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടു. ആരാ കൽപ്പിച്ചതപ്പോൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഞങ്ങൾ സ്ത്രീകൾ കൽപ്പിക്കപ്പെട്ടു അന്നുഖ്രിജൽ അവാത്തിഖ്, അവാത്തിഖിനെ പുറത്തു കൊണ്ടുവരാൻ. അന്നുഖ്രിജ ഞങ്ങൾ പുറത്ത് കൊണ്ടുവരാൻ, പുറപ്പെടുവിപ്പിക്കുവാൻ. ആരെ? അൽ അവാത്തിഖ്. അവാത്തിഖ് എന്ന് പറഞ്ഞാൽ അവാത്തിഖ് എന്ന് പറഞ്ഞാൽ പിന്നെ ഈ പ്രായപൂർത്തി വീടുകളിൽ ഒതുങ്ങിക്കൂടുന്ന സ്ത്രീകൾ, പ്രായപൂർത്തി എത്തിയ വീടുകളിൽ ഒതുങ്ങിക്കൂടുന്ന സ്ത്രീകൾ, അവർക്കാണ് അവാത്തിഖ് എന്ന് പറയാം. വീട് വിട്ടിറങ്ങുന്ന സ്ത്രീകൾക്ക് ബർസ എന്ന് പറയും. ബർസ
ഇങ്ങനെ പിന്നെ ഇങ്ങനെ അങ്ങാടിയൊക്കെ പോണ അങ്ങനത്തെ ഒക്കെ പെണ്ണുങ്ങൾക്ക് ബർസ, അങ്ങനെ ആ പ്രയോഗം. ആത്തിക് അവാത്തിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രായപൂർത്തിയെത്തി വീടുകളിൽ ഒതുങ്ങിക്കൂടുന്ന സ്ത്രീകൾ. ഉമിർന അൻ നുഖ്രിജൽ അവാത്തിക്, അവാത്തിക്കിനെ പുറപ്പെടുവിപ്പിക്കുവാൻ ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിരുന്നു. വൽ ഹുയ്യൽ, ഹുയ്യൽ ഹായിദ് ഹുയ്യൽ എന്ന് പറഞ്ഞാൽ ആർത്തവകാരികൾ, ആർത്തവകാരികളെയും എപ്പോൾ ഫിൽ ഈദൈൻ, രണ്ട് ഈദുകളിൽ എന്തിന് യഷ്ഹദിന അൽ ഖൈർ, എന്താ യഷ്ഹദിന അവർ സാക്ഷ്യം വഹിക്കുവാൻ, അൽ ഖൈർ നന്മയിൽ അവിടെ ഉപദേശം ഉണ്ടാവും, വാളുണ്ടാവും അല്ലേ, ഖുതുബ ഉണ്ടാവില്ലേ, അപ്പോൾ അതിലൊക്കെ അവർ സാക്ഷികളാകുവാൻ. വദഅവത്തൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ദഅവത്തിലും, ദഅവത്ത് എന്ന ദുആ പ്രാർത്ഥന, മുസ്ലിമീങ്ങളുടെ ദുആവുകൾ, അതേപോലെ തന്നെ ഖൈറുകൾ ഇതിലൊക്കെ അവർ സംബന്ധിക്കുന്നതിന് വേണ്ടി രണ്ട് പെരുന്നാൾ ദിവസങ്ങളിലും ആർത്തവകാരികളെയും അതേപോലെ പ്രായപൂർത്തിയെത്തി അറകളിൽ ഒതുങ്ങിക്കൂടുന്ന പെണ്ണുങ്ങളെയും പുറപ്പെടുവിപ്പിക്കുവാൻ ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിരുന്നു. വതഅ്തസിലുൽ ഹുയ്യലു അൽ മുസല്ല, വതഅ്തസിലുൽ ഹുയ്യൽ ആർത്തവകാരികളായ സ്ത്രീകൾ വിട്ടു നിൽക്കും അൽ മുസല്ല, മുസല്ല എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ നിസ്കാരത്തെ സ്ഥലം, മുസല്ല. മുത്തഫഖുൻ അലൈഹി അല്ലേ ഹദീസ്, മുത്തഫഖുൻ അലൈഹി, ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. എന്താ ഈ ഹദീസ് അറിയിക്കണേ? പെരുന്നാൾ മുസല്ലയിലേക്ക് സ്ത്രീകളെ എന്ത് ചെയ്യണം, കൊണ്ടുവരണം എന്നുള്ളത്, നിർബന്ധമായിട്ട് കൊണ്ടുവരണം എന്നാണ് പല ഫുഖഹാക്കളും പറഞ്ഞിട്ടുള്ളത്. ഈ കൽപ്പന നിർബന്ധത്തിനാണ് എന്നാണ് പല ഫുഖഹാക്കളും പറഞ്ഞത്. നിർബന്ധമായിട്ട് സ്ത്രീകളെ മുസല്ലയിൽ പങ്കെടുപ്പിക്കണം എന്നുള്ളത്. പക്ഷെ നിർബന്ധം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ ഖൈറിൽ പങ്കെടുക്കാനും മുസ്ലിമീങ്ങളുടെ ദുആയിൽ പങ്കെടുക്കാനാണ് അവരെ കൊണ്ടുവരാൻ പറഞ്ഞത്. ഇത് രണ്ടും നിർബന്ധമല്ല. അപ്പോൾ അതിലേക്ക് കൊണ്ടുവരലും നിർബന്ധം എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആർത്തവകാരികളെ വരെ പുറത്തു കൊണ്ടുവരാൻ ഉമ്മു അത്തിയോട് കൽപ്പിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ അതൊരു ചെറിയ വിഷയമല്ല. സ്ത്രീകളെ മുസല്ലയിൽ പങ്കെടുപ്പിക്കുക തന്നെ വേണം. അവർ ഖുതുബ ശ്രവിക്കണം. അതേപോലെ തന്നെ മുസ്ലിമീങ്ങളുടെ ദുആകളിലും അവർ പങ്കെടുക്കണം. ഇന്ന് വളരെ പരിതാപകരമാണ്. സ്ത്രീകൾ അല്ലേ പിന്നെ മുസല്ലയിൽ പങ്കെടുക്കില്ല, സ്ത്രീകൾ ഈദ്ഗാഹിൽ വരില്ല. സ്ത്രീകൾക്ക് ഈദ്ഗാഹ് വിലക്കപ്പെടുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കുകയാണ്. ഇത് മദീനയിലാണ് സംഭവം, സ്ത്രീകളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അതിന് സ്ത്രീകളെ ഏർപ്പാടാക്കുകയാണ്. എത്രമാത്രം ചില പിന്നെ റിപ്പോർട്ടുകളിൽ കാണാം, ചില സ്ത്രീകൾക്ക് ജിൽബാബ് ഉണ്ടാവില്ല. ജിൽബാബ് പറഞ്ഞാൽ എന്താ? ജിൽബാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾ സാധാരണ വീടുകളിൽ ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ മേൽ പൊതിയുന്ന മൂടുപടം അതുണ്ടാവില്ല. അപ്പോൾ അത് റസൂലുള്ളാഹിനോട് സങ്കടപ്പെട്ടപ്പോൾ പിന്നെ ജിൽബാബ് ഏറെ ഉള്ളവരെന്ത് ചെയ്യട്ടെ, അവരുടെ ജിൽബാബ് എടുത്തിട്ട് ജിൽബാബില്ലാത്തവരെ സഹായിക്കട്ടെ, അവർക്ക് പോരാൻ സഹായിക്കട്ടെ എന്ന് പറയുണ്ടായി. അപ്പോൾ അത് പിന്നെ സ്ത്രീകൾ അതിൽ പങ്കെടുക്കുന്നതിൻ്റെ പ്രാധാന്യമാണത്. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ കൊണ്ടുപോവുകയാണ് വേണ്ടത്. പോണ സ്ത്രീകളെ തടയുന്ന അവസ്ഥയെന്ന്, പോണ സ്ത്രീകളെ തടയുകയും നിരുത്സാഹപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകാത്തവരെ പോകാൻ പ്രോത്സാഹിപ്പിക്കുകയും അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആളെ ഏർപ്പാടാക്കുക ചെയ്തത്. അതിന് നേരെ വിപരീതമാണ് ഇന്ന് പലരും എന്ത് ചെയ്യുന്നത്, പല പണ്ഡിതന്മാരെന്ന് പറയുന്നവർ ചെയ്തിരുന്നത്. അത് തീർത്തും ശരിയല്ല. അത് മുസ്ലിമീങ്ങൾ അന്ന് മുതൽ ഇന്നോളമുള്ള അമലാണ്. മുസല്ലയിൽ എന്ത് ചെയ്യുക, എല്ലാവരും പെരുന്നാൾ സുദിനത്തിൽ ഒന്നായിട്ട് എല്ലാവരും സംബന്ധിക്കുക എന്നുള്ളത്, മനസ്സിലായോ? അത് ചിലർ പറഞ്ഞത് മദീന കാലഘട്ടത്തിന് മാത്രം പ്രത്യേകമായിട്ടുള്ളതാണ്. അതിന് തെളിവില്ല. മദീനയിൽ മുസ്ലിമീങ്ങളോടടുത്ത് അന്ന് യഹൂദന്മാരുണ്ടായിരുന്നു. അപ്പോൾ യഹൂദന്മാർ മുസ്ലിമീങ്ങളുടെ ശക്തി കാണാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞതെന്നാണ് ചിലർ പറയുന്ന ന്യായം. അത് ശരിയല്ല. അത് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് യഷ്ഹദിനൽ ഖൈർ വദഅവത്തുൽ മുസ്ലിമീൻ, മനസ്സിലായില്ലേ? ഖൈറിൽ അവർ സംബന്ധിക്കട്ടെ, മുസ്ലിമീങ്ങളുടെ ദുആയിൽ. അത് അന്നുണ്ട് എന്നുണ്ട്. അല്ലാതെ ജൂതന്മാർ കാണാൻ വേണ്ടിയിട്ടല്ല ഇവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. ചിലരങ്ങനെ ന്യായം പറയുന്നത് അത് ശരിയല്ല. സ്ത്രീകളെ പങ്കെടുപ്പിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഗ്രഹിച്ചതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവശ്യപ്പെട്ടതുമാണത്. ഈദ്ഗാഹിന് തന്നെയാണ് പിന്നെ പ്രാമുഖ്യം കൽപ്പിക്കേണ്ടത്. പിന്നെ മദീനയിൽ വരെ റസൂലുള്ളാഹിക്ക് മുസല്ലയായിരുന്നു, മനസ്സിലായില്ലേ? ഇന്ന് നമ്മളുടെ മസ്ജിദ് നബവിയുടെ ബാബു സലാം ഉണ്ടല്ലോ, ആ ബാബു സലാമിൽ നിന്ന് 1000 മുഴം നടന്നിട്ടുണ്ടെങ്കിൽ ആ ദൂരപരിധിയിലായിരുന്നു അന്നത്തെ മുസല്ല. മക്കത്തെ മസ്ജിദുൽ ഹറാമിൽ മാത്രമാണ് മസ്ജിദിൽ നിസ്കരിച്ചിരുന്നത്. പണ്ട് മുതലേ അവിടെ മസ്ജിദുൽ ഹറാമിലാണ് നിസ്കരിച്ചിരുന്നത്. പക്ഷേ മദീനത്തെ മസ്ജിദിൽ വരെ മുസല്ലയിലായിരുന്നു നിസ്കരിച്ചിരുന്നത്.
പക്ഷേ മുസല്ലയിൽ നിസ്കരിച്ചിട്ടില്ല എങ്കിൽ തെറ്റിയെന്നോ പള്ളിയിൽ ഒരാൾ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ നിസ്കാരം അപൂർണം എന്നോ വിധിക്കാൻ പറ്റില്ല. എപ്പോഴും ശ്രേഷ്ഠത എപ്പോഴും എവിടെ തന്നെയാണ്? മുസല്ലയിലാണ്, മസ്ജിദുൽ ഹറാം ഒഴിച്ച്. കടപ്പുറത്തല്ല നിസ്കരിക്കണേ, കക്കൂസിലല്ലല്ലോ. കടപ്പുറം ദീനില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതല്ലേ, ജുഇലത് ലിയൽ അർളു മസ്ജിദൻ വ തഹൂറ, ഭൂമി എനിക്ക് നിസ്കരിക്കാനുള്ള സ്ഥലവും ശുദ്ധവുമാക്കി തന്നിട്ടുണ്ട് എന്നാണ്. നജസ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ എന്ത് ചെയ്ത് അത് മാറ്റിയിടണം, കോരിയിടണം, എന്നിട്ട് നിസ്കരിക്കാവും. അതിൽ നജസില്ല എങ്കിൽ മണ്ണാണ് ഉള്ളത് എങ്കിൽ ആ മണ്ണ് ശുദ്ധമാണ്. മണ്ണ് അടിസ്ഥാനം എന്താണ്? അത് ശുദ്ധമാണ്. അവിടെ നജസ് നമ്മൾ കണ്ടാലൊഴികെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ശുദ്ധിയാക്കണം. കോരി ഒഴിവാക്കിയിട്ട് ശുദ്ധിയാക്കേണ്ട നജസ് കോരി ഒഴിവാക്കണം. വെള്ളം വാർന്നിട്ട് ശുദ്ധിയാക്കേണ്ട നജസ് വെള്ളം വാർന്ന് ശുദ്ധിയാക്കണം. അങ്ങനെ അതില്ല എങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരിടത്ത് ചെന്നിറങ്ങി അവിടെ നജസിൻ്റെ ഒരു അസറും കാണുന്നില്ല എങ്കിൽ നമുക്ക് അവിടെ നിസ്കരിക്കാം. പായും വേണ്ട, വിരിപ്പും വേണ്ട, ഒന്നും വേണ്ട, മണ്ണിൽ നിസ്കരിക്കാം. അടുത്ത ഹദീസ്, 2 ഹദീസ് വെറുതെ വായിക്കാനുള്ളൂ. ഒന്ന് ഇബ്നു ഉമറിൻ്റെ ഹദീസ്, മറ്റൊന്ന് അബൂ സഈദിൻ്റെ ഹദീസും അല്ലേ. وعن ابن عمر رضي الله تعالى عنهما كان رسول الله صلى الله عليه وسلم وابو بكر وعمر يصلون العيدين قبل الخطبه അല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളും അബൂബക്കറും ഉമറും 2 ഈദുകൾ നമസ്കരിച്ചിരുന്നു. ഖബ്ലൽ ഖുതുബത്തി, ഖുതുബക്ക് മുമ്പ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളും അബൂബക്കറും ഉമറും യുസല്ലൂനൽ ഈദൈൻ, 2 ഈദുകളും പെരുന്നാളുകളും നമസ്കരിച്ചിരുന്നത് ഖബ്ലൽ ഖുതുബ, ഖുതുബക്ക് മുമ്പായിരുന്നു. ഇതാ ആരുടെ റിവായത്ത്? മുത്തഫഖുൻ അലൈഹി അല്ലേ, ബുഖാരി മുസ്ലിമിൻ്റെ മുത്തഫഖുൻ അലൈഹി ആ റിപ്പോർട്ട്. എന്താ പറയാൻ കാരണം? അങ്ങനെ തന്നെ എപ്പോഴും നിസ്കരിക്കണേ. ഇപ്പോഴെന്താ ചെയ്യൽ? ഖത്തീബ് വരും, എന്നിട്ട് നിസ്കാരം തുടങ്ങും അല്ലേ. എന്നിട്ട് പിന്നെയാണ് എന്ത് ചെയ്യുക? ഖുതുബ, പിന്നെയാണ് ഖുതുബ. പക്ഷെ ചരിത്രത്തിൽ പിന്നെ നിസ്കാരത്തിന് മുമ്പ് ഖുതുബ വന്ന ചില റിപ്പോർട്ടുകളുണ്ട്. അത് മർവാൻ ഇബ്നുൽ ഹക്കം ഒരു ഗവർണറായിരുന്നു. മർവാൻ ഇബ്നുൽ ഹക്കം പിന്നെ നിസ്കരിക്കണതിന് മുമ്പ് ഖുതുബ പറഞ്ഞു. ഹസനുൽ ബസരിയുടെ ഒരു റിപ്പോർട്ടിൽ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അങ്ങനെ ചെയ്തു എന്നാണ്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവും ഖുതുബൻ്റെ മുമ്പ് നിസ്കരിച്ചു. നിസ്കാരത്തിന് മുമ്പ് ഖുതുബ പറഞ്ഞു. ഇപ്പോൾ എങ്ങനെ നമ്മൾ ഇവിടെ എങ്ങനെ നിസ്കരിക്കുന്നതിന് ഖുതുബൻ്റെ മുമ്പ് നിസ്കാരമാണ്, അങ്ങനെയാണ് റസൂൽ ചെയ്ത് അബൂബക്കർ ഉമർ. അതേസമയം പിന്നെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു നിസ്കരിക്കുന്നതിന് മുമ്പ് ഖുതുബ പറഞ്ഞു. അങ്ങനെ റിപ്പോർട്ടുണ്ട്. പലരും ആ റിപ്പോർട്ടിനെ ബലപ്പെടുത്തിയിട്ടുണ്ട്. ചിലരൊക്കെ ഹസനുൽ ബസ്രിയുടെ മുർസലാണ്, അതുകൊണ്ട് സ്വീകാര്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അങ്ങനെ ചെയ്തു എന്ന് പറയുന്നവർ പറയുന്നത് ഉസ്മാൻ്റെ ഗവേഷണമാണ്. കാരണം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തോട് കൂടിയിട്ട് ഇസ്ലാമിക രാഷ്ട്രം വിസ്തൃതി പൂണ്ടപ്പോൾ അലത്തൂൽ വന്നിട്ട് നിസ്കാരം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പലർക്കും നിസ്കാരം കിട്ടണില്ല. അപ്പോൾ എന്ത് ചെയ്തു? ഖുതുബ പറഞ്ഞിട്ട് നിസ്കരിക്കുമ്പോൾ എന്തായി? ജുമാ പോലെ തന്നെ നിസ്കാരം എല്ലാവർക്കും കിട്ടും. അതുകൊണ്ട് ഉസ്മാൻ്റെ ഒരു ഗവേഷണമായിരുന്നു, ഇജ്തിഹാദായിരുന്നു അങ്ങനെ എന്നാണ് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ മർവാൻ ഇബ്നുൽ ഹക്കമിൻ്റേതും അങ്ങനെ തന്നെ. പക്ഷേ സഹാബികൾ അതിനെ എന്ത് ചെയ്തിട്ടില്ല. പിന്നെ സഹാബികളിൽ പലരും അതിനെ എതിർത്തിരുന്നു. മർവാൻ അങ്ങനെ നിസ്കരിച്ചപ്പോൾ പിന്നെ സഹാബികൾ സദസ്സിൽ വെച്ചതിനെ എതിർത്തിരുന്നു എന്നാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ ഉമറൊക്കെ ഈദ് നിസ്കാരത്തിന് പിന്നെ ഖുതുബൻ്റെ മുമ്പായിരുന്നു എന്ത് ചെയ്തിരുന്നത്? ഈദ് നിസ്കരിച്ചിരുന്നത്. അതാണ് സുന്നത്ത്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നിന്ന് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും അത് അദ്ദേഹത്തിൻ്റെ ഒരു ഗവേഷണമാണ്, ഇജ്തിഹാദാണ്. അത് എന്തുകൊണ്ടാണ് ഇജ്തിഹാദ് ചെയ്തത്? ആളുകൾക്ക് ജുമുഅ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഏതുപോലെ മിനയിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു 4 റക്അത്ത് നിസ്കരിച്ചതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ. മിനയിൽ എത്രയാണ് നിസ്കരിക്കേണ്ടത്? 2 റക്അത്താണ് നിസ്കരിക്കേണ്ടത്. പക്ഷേ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എത്രയാണ് നിസ്കരിച്ചിരുന്നത്? 4ആണ്. ഹജ്ജും ഉംറയും ഉദ്ദേശിക്കുന്നവർ അവർ മക്കക്കാരാണെങ്കിലും മിനയിലെത്തിയിട്ടുണ്ടെങ്കിൽ എത്രയും നിസ്കരിക്കേണ്ടത്? മക്കക്കാരാണെങ്കിലും 2 നിസ്കരിക്കേണ്ടത്. കാരണം എന്താണ്? അത് ഹജ്ജിൻ്റെ ഉംറൻ്റെയും ഹജ്ജിൻ്റെ ഭാഗമാണ്. പക്ഷേ ഉസ്മാൻ റളിയല്ലാഹു അൻഹു 4 നിസ്കരിച്ച്. 4 നിസ്കരിക്കാൻ കാരണം എന്താ? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഈ ബദുക്കളും അതേപോലെ ഗ്രാമീണരും വിദേശികളൊക്കെ ഹജ്ജിന് വരുന്ന ടൈമാണ്. അപ്പോൾ ഖലീഫ 2 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ദുഹറും അസറും ഇശാവും ഖലീഫ 2 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യും? ഈ നിസ്കാരം കണ്ടിട്ട് പിന്നെ പോവും. ഹജ്ജിന് വരിക, ദുൽഹജ്ജ് 8 ഇവിടെ എത്തും. ഹജ്ജ് കഴിഞ്ഞാൽ പോലെ എന്ത് ചെയ്യും? നാട് വിടും ചെയ്യും. അപ്പോൾ ദുഹറും അസറും ഇഷിയും പിന്നെ ഖലീഫ നിസ്കരിക്കണം അവരെത്രയാണ് കാണുന്നത്? 2 റക്അത്താണ്. അപ്പോൾ അവർ ചെന്നിട്ട് അവിടെ എന്താ പ്രചരിപ്പിക്കുക? അത് 2 റക്അത്തേ ഉള്ളൂ എന്നാണ് പ്രചരിപ്പിക്കുക. അപ്പോൾ അത് ഭയന്നിട്ടാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തത്?
4 റക്അത്ത് നിസ്കരിച്ച്, 2 റക്അത്ത് നിസ്കരിക്കേണ്ടത് 4 റക്അത്ത് ദുഹറും അസറും അതേപോലെ ഇശയും നിസ്കരിച്ച്. ഇതേപോലെ അത് ഉസ്മാനുള്ളാഹിൻ്റെ ഒരു ഗവേഷണം, ഇജ്തിഹാദ്. അതേപോലെ അദ്ദേഹത്തിൻ്റെ ഒരു ഇജ്തിഹാദായിരുന്നു ഇതും എന്നാണ് ആളുകൾ പിന്നെ അവർക്ക് ഈദ് നിസ്കാരം ലഭിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഗവേഷണമായിരുന്നു ഖുതുബ ആദ്യമാക്കിയത് എന്നാണ് പിന്നെ പണ്ഡിതന്മാർ പറയുന്നത്. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് അതെന്താണ്? ഖുതുബക്ക് മുമ്പ് നിസ്കരിക്കുക എന്നുള്ളതാണ്. അതാണ് മുസ്ലിമീങ്ങൾ എന്തുണ്ട് നമ്മൾ പാലിക്കേണ്ടത്. ഖലാസ്, അത് പിന്നെ ഹദീസ് മുത്തഫഖുൻ അലൈഹി. ഇനി അടുത്ത ഹദീസ് ഇബ്നു അബ്ബാസിൻ്റെ അല്ലേ? وعن ابن عباس رضي الله تعالى عنهما أن النبي صلى الله عليه وسلم صلى يوم العيد ركعتين لم يصلي قبلهما ولا بعدهما. لم يصلي قبلهما ولا بعدهما. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സല്ല യൗമൽ ഈദ് റകഅതൈനി, പെരുന്നാൾ ദിവസം 2 റക്അത്ത് നിസ്കരിച്ചു. ലം യുസല്ലി ഖബ്ലഹുമാ വലാ ബഅദഹുമാ, ഈ 2 റക്അത്തിന് മുമ്പ് റസൂൽ നിസ്കരിച്ചിട്ടില്ല, അതിന് ശേഷവും നിസ്കരിച്ചിട്ടില്ല. ഏത്? ഈദിൻ്റെ 2 റക്അത്ത് നിസ്കരിച്ച്. ഈദ് എത്ര റക്അത്താ? 2 റക്അത്താണ്. അതിന് മുമ്പും നിസ്കരിച്ചിട്ടില്ല, ശേഷം നിസ്കരിച്ചിട്ടില്ല എന്നാണ് എന്താ? സുന്നത്ത് നിസ്കാരം. സുന്നത്ത് നിസ്കാരം അത് നിർവഹിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പും സുന്നത്ത് നിസ്കാരമില്ല, ശേഷവും സുന്നത്ത് നിസ്കാരം ഇല്ല. പള്ളിയിലാണെങ്കിൽ തഹയ്യത്ത് നിസ്കരിക്കാം എന്ന് പിന്നെ പണ്ഡിതന്മാർ പറഞ്ഞിട്ട്, ചിലർ പറഞ്ഞ ഈ ഹദീസിൻ്റെ വെളിച്ചത്തിൽ തഹയ്യത്ത് നിസ്കരിക്കാനും പാടില്ല എന്നാണ്, പള്ളിയിൽ പ്രവേശിച്ചാൽ വരെ. പക്ഷെ അത് ശരിയല്ല. പള്ളിയിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ തഹയ്യത്ത് അത് വേറെ. ഇവിടെ ഉദ്ദേശിക്കുന്നത് പിന്നെ ഫർള് നിർബന്ധ നിസ്കാരത്തിന് മുമ്പും ശേഷവും ഉള്ള നിസ്കാരം ഉണ്ടല്ലോ, അതേപോലെ സുന്നത്ത് നമസ്കാരം ഇല്ല എന്നുള്ളതാണ്. അവിടെ തന്നെയും പെരുന്നാൾ നിസ്കാരത്തിൻ്റെ വിധി എന്താ? എന്താ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ വിധി? സുന്നത്ത് മുഅക്കദ എന്നാണ് മാലിക്കികളും ഷാഫിയാക്കളും. നമ്മൾ ഷാഫിയാക്കളും മാലിക്കികളും സുന്ന മുഅക്കദ എന്നാണ്. ഹംബലികൾ ഫർള് കിഫായ, ഫർള് കിഫായ. ഹനഫികളാണ് അത് വാജിബാണ്. ഹനഫികൾ പെരുന്നാൾ നിസ്കാരം വാജിബാണ്. അതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യൻ്റെ ഒക്കെ പക്ഷം. പക്ഷെ അതാണ് വാജിബ് എന്നുള്ളതാണ്. പിന്നെ പലരും ഫർള് കിഫായ എന്നുള്ളതിനെ എന്ത് ചെയ്യും? ബലപ്പെടുത്തും, ആ അഭിപ്രായത്തെ ബലപ്പെടുത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും ഒഴിവാക്കിയിട്ടില്ല ഈ നിസ്കാരം. മാത്രമല്ല ഈ നിസ്കാരം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഖളാ വീട്ടാൻ വരെ ഫത്വകളുണ്ട്. ഖളാ വീട്ടാൻ വരെ ഫത്വകളുണ്ട്. അതുകൊണ്ടാണ് ഇത് വാജിബാണെന്നുള്ള പക്ഷത്തിലേക്ക് പിന്നെ പല പണ്ഡിതന്മാരും ചാഞ്ഞിട്ടുള്ളത്, ഇബ്നു തൈമിയ്യ അടക്കം. ഏതായാലും പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് ശേഷം എന്തില്ല? സുന്നത്ത് നിസ്കാരം ഇല്ല. അടുത്ത മുസല്ലയിലാണെങ്കിൽ ഒരിക്കലും ഇല്ല. വന്നിട്ട് ഇരിക്കുക, ഇമാം നിസ്കരിക്കുമ്പോൾ നിസ്കരിക്കുക, ക്ലാസ് പിരിഞ്ഞു പോവുക. പള്ളിയിലാകുമ്പോൾ തഹയ്യത്ത് നിസ്കരിക്കുക. അത് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള നിസ്കാരമല്ല, മുമ്പ് ശേഷമുള്ള നിസ്കാരമല്ല. പള്ളിയിൽ കയറിയാലാണ് തഹയ്യത്ത്, പള്ളീൻ്റെ ഹുക്കും, പള്ളിക്കുള്ള അവകാശമാണത്. പള്ളീൻ്റെ പുറത്തുള്ളതിന് എന്തില്ല? ഇതില്ല. പള്ളിയിൽ കയറിയ ഒരാൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണ്? ഇദാ ദഖല അഹദുക്കും അൽ മസ്ജിദ്, നിങ്ങളിൽ ഒരാൾ പള്ളിയിൽ പ്രവേശിച്ചാൽ എന്നാണ്. പള്ളിയിൽ പ്രവേശിക്കുന്നവർക്കുള്ളതാണെന്ത്? തഹയ്യത്ത്. ഏത്? ഇല്ല, പള്ളിൻ്റെ ഹുക്കും ഒരിക്കലും പള്ളീൻ്റെ പുറത്തിനില്ല. പക്ഷേ ഒരാൾ പള്ളീൻ്റെ പുറത്ത് പള്ളി നിറഞ്ഞിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ ആ നിസ്കാരത്തിൻ്റെ ഹുക്കും അയാൾക്ക്, അതിൻ്റെ ഫലം അയാൾക്ക് കിട്ടും. അത് വേറെ വിഷയം. ഒരു സമയത്ത് ഒരു കാരണത്തിന് ഒരു കാര്യം ഷറഅാക്കിയിട്ടുണ്ടെങ്കിൽ അത് ആ സമയത്തിനും ആ കാരണത്തിനും ബാധകമാണ്. സമയം തെറ്റി, പിന്നെ തഹയ്യത്തില്ല. ഒരാൾ പള്ളിയിൽ കയറിയാലാണ് തഹയ്യത്ത്. പള്ളിയിൽ കയറി അയാൾ ദുഹർ നിസ്കരിച്ച്, എന്നിട്ട് അയാൾ പറയണ ഞാൻ തഹയ്യത്ത് നിസ്കരിച്ചിട്ടില്ല, ഇനി തഹയ്യത്ത് നിസ്കരിക്കാൻ തഹയ്യത്തില്ല. പള്ളിയിൽ കയറിയ ഉടനെയാണ് എന്ത്? തഹയ്യത്ത്. പള്ളിയിൽ പുറത്ത് തഹയ്യത്തില്ല, പള്ളിയിൽ കയറിയതിനാണ്, പള്ളീൻ്റെ ഉള്ളിലാണ് തഹയ്യത്ത്. طيب അടുത്ത ഹദീസ്. وعن أبي سعيد الخدري رضي الله تعالى عنه كان النبي صلى الله عليه وسلم لا يصلي قبل العيد شيئا فإذا رجع إلى منزله صلى ركعتين. അബൂ സഈദ് അൽ ഖുദ്രിയിൽ നിന്ന് നിവേദനം, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു ലാ യുസല്ലി ഖബല ഈദ് ഷൈഅ. അന അബീ സഈദ് അൽ ഖുദ്രി, അബൂ സഈദ് അൽ ഖുദ്രിയിൽ നിന്ന് നിവേദനം, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു ലാ യുസല്ലി ഖബല ഈദ് ഷൈഅൻ, ഈദിന് മുമ്പ് ഒന്നും നിസ്കരിച്ചിരുന്നില്ല സുന്നത്തായിട്ട്. ഫൈദ റജഅ ഇലാ മൻസിലി, റസൂല തൻ്റെ വീട്ടിലേക്ക് മടങ്ങിയാൽ സല്ലാ റകഅത്തൈനി, 2 റകഅത്ത് നമസ്കരിക്കുമായിരുന്നു. വീട്ടിലേക്ക് മടങ്ങിയിട്ട് റസൂൽ എന്ത് ചെയ്തിരുന്നു? 2 റകഅത്ത് പെരുന്നാൾ ദിവസം നിസ്കരിച്ചിരുന്നു എന്നാണ്. മനസ്സിലായോ? ദുഹ പോലുള്ള നിസ്കാരമായിരുന്നു, അങ്ങനത്തെ നിസ്കാരമായിരിക്കും. വീട്ടിൽ മടങ്ങിയിട്ടുണ്ടെങ്കിൽ നിസ്കരിച്ചിരുന്നു.
പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് നിസ്കാരമല്ല, ഇല്ല. പെരുന്നാളിന് ശേഷം റസൂൽ 2 റക്അത്ത് നിസ്കരിച്ചിരുന്നതാണ്. അത് വീട്ടിൽ, മുസല്ലയിലില്ല, മുസല്ലയിൽ ഇല്ല. ഈ ഹദീസ് തുർമുദിൻ്റെ അല്ലേ? റവാഹു ഇബ്നു മാജ ബി ഇസ്നാദിൻ ഹസൻ അല്ലേ? ഇബ്നു മാജൻ്റെ റിപ്പോർട്ട്. റവാഹു ഇബ്നു മാജ ബി ഇസ്നാദിൻ ഹസൻ, ഹദീസ് സഹിയാണ്, ഹസനായ പരമ്പരയിൽ പിന്നെ ഉദ്ധരിക്കപ്പെട്ട ഹദീസാണിത്. ഇനി മറ്റേ ഹദീസുണ്ട് ഇബ്നു അബ്ബാസിൻ്റെ തന്നെ ഹദീസ്, അത് ബാങ്കിൻ്റെ ഇഖാമത്തിൻ്റെ അടുത്ത ആഴ്ച. ഇതാണ് ഇപ്പോൾ പിന്നെ ഈ സലാത്തുൽ ഈദൈനിൽ 1ാമത്തെ ഭാഗം ഹദീസുകൾ. ഇനി ഇൻഷാ അല്ലാഹ് അതിലൊരു ക്ലാസ്സിനും കൂടിയുള്ള ഹദീസുകൾ ശേഷിക്കുന്നത് നമുക്ക് അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ്.